നമസ്കാരം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ കാലത്ത് സർക്കാരിന് ഇഷ്ടമില്ലാത്തൊരു വാക്കെന്ന് പറഞ്ഞാൽ ഡിസിഡൻ്റാണ്. വിമത ശബ്ദം താല്പര്യമില്ല. കാരണം അത് പലപ്പോഴും പലതരത്തിൽ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം നമ്മളെല്ലാവരും വിചാരിച്ചിരുന്നത് കുറച്ചു കാലമായിട്ട് റെസിസ്റ്റൻസ് ഉണ്ടോ ഏതെങ്കിലും തരത്തിൽ. ചിലപ്പോൾ ഞാനടക്കമുള്ളവർ വിചാരിച്ചിട്ടുണ്ട് പ്രതിപക്ഷം ബൈഔട്ട് ചെയ്യപ്പെട്ടോ ഇന്ന് വിചാരിച്ചൊരു മനുഷ്യനാണ്. പ്രതിപക്ഷത്തെ മൊത്തത്തിലായിട്ട് ഇത് മേടിച്ചെടുത്തോ, സംസാരിക്കാനില്ലാതെ ആക്കിയോ. കാരണം അതുപോലെയുള്ള തരത്തിലുള്ള കോർപ്പറേറ്റ് മാഫിയകൾ ഇതിൻ്റെ പിന്നിൽ നിന്ന് പ്രവർത്തിക്കുകയാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നൊരു സമയത്താണ് ഇങ്ങനെ ഒരു മൂവ്മെൻ്റ് ഉണ്ടാകുന്നത്. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയം ഒരു കാരണമായി, അതിന് വിദ്യാർത്ഥികളുടെ ശക്തിയായി എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടും. ഈ ഒരു ശബ്ദം വലിയ ശബ്ദമായിട്ട് ആംപ്ലിഫൈ ചെയ്യപ്പെടണം. ആ ശബ്ദത്തിൽ അത് ഏതൊക്കെ അറ്റം വരെ പോയാലും, ഡൽഹിയിൽ ഏത് കോണിൽ പോയാലും അത് കേൾക്കണം. നാളെ ഇവർക്കെതിരെ ഇന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇപ്പൊ ഇന്നലെ നമ്മൾ കണ്ടു, പ്രക്ഷോഭം തുടങ്ങി, ആക്രമണങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ഉപദ്രവങ്ങൾ ഉണ്ടാവുന്നുണ്ട്, മർദ്ദനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പതുക്കെ ഇത് അറസ്റ്റിലേക്ക് തിരിയും. ആരും അറിയാതെ ഇവരെല്ലാം ഏതോ ഒരു കോണിൽ ഒരു UAPA ചാർജുമായിട്ട് പതുക്കെ മാറുന്നത് നമ്മളെല്ലാവരും കാണും. ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പോവാണ്. ആ കാഴ്ച ഉണ്ടാവേണ്ടി വരരുത്. കാരണം അതിനു മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ നമ്മൾ നേടിയെടുക്കണം. അതിന് ഈ പ്രക്ഷോഭം നിരന്തരമായി തുടരണം. എല്ലാ ഭാഗത്തു നിന്നും, ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ ഈ കൊടുക്കുന്ന ശക്തിയാണ് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഊർജം. അത് കെടാതെ നിലനിർത്തുക. അത്രയേ ഉള്ളൂ. താങ്ക് യു.